വാസ്കുലൈറ്റിസ് എന്ന ഗുരുതര രോഗബാധിതയായ വിദ്യാർത്ഥിക്ക് ഓൺലൈനായി കലോത്സവത്തിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ അനുമതി. അറബിക് പോസ്റ്റർ ഡിസൈനിങ്ങിൽ സിയ ഫാത്തിമ എന്ന മത്സരാർത്ഥിയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓൺലൈനായി പങ്കെടുക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഇടപെടലിനെ തുടർന്നാണ് വിദ്യാർത്ഥിയുടെ ആഗ്രഹം സഫലമാകുന്നത്. മത്സരം കാണാൻ വിദ്യാഭ്യാസ മന്ത്രിയും വേദിയിലെത്തും. സ്വാതിയുണ്ട് കലോത്സവ നഗരിയിൽ നിന്ന് ഈ മനോഹരമായ ഈ മനുഷ്യത്വം നിറഞ്ഞ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. സ്വാതി, കലോത്സവത്തിന്റെ ഏറ്റവും ആവേശ കാഴ്ചകൾ നമ്മൾ പലത് കണ്ടിരുന്നു. പക്ഷേ ഇത് അതിനൊക്കെ അപ്പുറത്തേക്ക് മനുഷ്യ സ്നേഹത്തിന്റെ മാനവികതയുടെ മനോഹരമായൊരു വാർത്ത കൂടിയാണ്. ഒരു പെൺകുട്ടിക്ക് അസുഖബാധിതനായി തുടർന്ന മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല. ഓൺലൈനായി ആ മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ. തീർച്ചയായും മനു സൂചിപ്പിച്ച പോലെ തന്നെ മാനവികതയുടെ സന്ദേശമൊക്കെയും പകരുന്ന കാഴ്ചകൾ പല ഘട്ടങ്ങളിലായി കലോത്സവ വേദിയിൽ നിന്ന് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത് വലിയ തരത്തിൽ സന്തോഷം പകരുന്ന ഒരു വാർത്ത കൂടിയാണ്. വാസ്കുലൈറ്റിസ് എന്ന ഗുരുതരമായിട്ടുള്ള രോഗബാധയുള്ള വിദ്യാർത്ഥിക്ക് ഒരു കാരണവശാലും രോഗം കൊണ്ട് തൻ്റെ കല അല്ലെങ്കിൽ തൻ്റെ കഴിവിനെ പ്രകടിപ്പിക്കാനുള്ളൊരു അവസരം കളയാൻ സംസ്ഥാന സർക്കാർ തയ്യാറല്ല. ഇത്തരത്തിലൊരു പ്രശ്നം പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി അറിയിച്ചപ്പോൾ തന്നെ വിഷയത്തിൽ നേരിട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടക്കം ഇടപെടുകയുണ്ടായി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറൊക്കെ NSK ഉമേഷ് സർ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ അറബിക് കലോത്സവം നടക്കുന്ന വേദിയിലുള്ളത്. അല്പസമയത്തിനകം തന്നെ സിയ ഫാത്തിമയ്ക്ക് ഓൺലൈനായി ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുമെന്നുള്ള വലിയ സന്തോഷകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് മന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെ ആ കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഈ വിദ്യാർത്ഥിക്ക് വേണ്ടി മത്സരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥിക്ക് വേണ്ടി കോഡ് നമ്പർ എടുത്തിട്ടുള്ളത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കൂടിയായിട്ടുള്ള NSK ഉമേഷ് സാറാണ്. 912 സിയ ഫാത്തിമയുടെ കോഡ് നമ്പർ. അല്പസമയത്തിനകം ഓൺലൈനായി ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കഴിയും. കാസർഗോഡ് നിന്നുള്ള വിദ്യാർത്ഥിയാണ്. വലിയ തരത്തിലുള്ള ഗുരുതരമായ അസുഖമുണ്ടെങ്കിലും ആ അസുഖമൊന്നും തന്നെ തൻ്റെ കഴിവ് പുറത്തു കാണിക്കുന്നതിന് ഒരു തടസ്സമാവുകയില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ വലിയൊരു ഇടപെടൽ തന്നെയാണ് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരും പൊതുവിദ്യാഭ്യാസ വകുപ്പും നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇതുമായി കൂട്ടിവായിക്കേണ്ട മറ്റു വാർത്തകളുണ്ട്. സച്ചു എന്ന് പറയുന്ന വിദ്യാർത്ഥിക്ക് ഏത് തരത്തിലാണ് സംസ്ഥാന സർക്കാർ കൈത്താങ്ങായത്. അത്തരത്തിൽ നന്മയുടെ കാഴ്ചകൾ തന്നെയാണ് കലോത്സവ വേദിയിൽ നിന്നും കാണുന്നത്. ഇപ്പോൾ ഈ അറബിക് കലോത്സവമാണ് പുരോഗമിക്കുന്നത്. അറബിക് കലോത്സവത്തിൽ പോസ്റ്റർ ഡിസൈനിങ്ങിലാണ് സിയ ഫാത്തിമ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത്. മനു, തീർച്ചയായും ഒരു ചരിത്ര നിമിഷമാണ്, അല്ലെങ്കിൽ മനുഷ്യത്വത്തിന്റെ സ്നേഹത്തിന്റെ നിമിഷമാണ്. മന്ത്രിയോട് സംസാരിക്കാൻ പറ്റുമോ സ്വാതി? കാരണം അദ്ദേഹത്തിന്റെ ഇടപെടലിലാണല്ലോ ഇത്തരത്തിലൊരു കാര്യം ഇതാദ്യമായിട്ട് ഓൺലൈൻ വഴി ഇങ്ങനെ എന്താ പറയുക നടക്കുന്നത്. അതും അസുഖമൊക്കെ ഉണ്ടായതിനെ തുടർന്ന് ഒരു കുട്ടിക്ക് അവളുടെ ആഗ്രഹം സഫലമാക്കുക എന്നതിനൊപ്പം സർക്കാർ ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമാണ്. മന്ത്രി നേരത്തെ തന്നെ മാധ്യമങ്ങൾക്ക് നമ്മൾ തുടക്കത്തിൽ തന്നെ അതിൻ്റെ പ്രതികരണം തേടിയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ചൊരു പ്രതികരണത്തിലേക്ക് എത്താറുന്നത്. മന്ത്രി കെ രാജൻ കൂടി പിന്നീട് ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ മന്ത്രി കെ രാജൻ നമ്മളോടൊപ്പം പ്രതികരിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് മിനിസ്റ്ററുടെ ബൈറ്റ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ചട്ടങ്ങളും നിയമങ്ങളും ചെകുത്താനും ഓടിപ്പിക്കാനുള്ള കുരിശു പോലെ അടയാളപ്പെടുത്തേണ്ട ഒന്നല്ല എന്ന് പിണറായി സർക്കാരിൻ്റെ അഭിപ്രായത്തിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ളൊരു പ്രതിഫലനമാണിത്. മാനവികതയുടെയും മനുഷ്യസ്നേഹത്തിൻ്റെയും ഉറവ പറ്റിയിട്ടില്ല എന്ന് പൊതുസമൂഹം ഈ സ്കൂൾ യുവജനോത്സവത്തിലൂടെ കാണുകയാണ്. കണ്ണ് നനയ്ക്കുന്നൊരു കത്താണത്. ഇനി ജീവിച്ചിരിക്കുമോ എന്ന് പ്രതീക്ഷയില്ലെന്ന് പറയുന്ന ഒരു കുഞ്ഞിൻ്റെ കത്തിന് മുമ്പിൽ ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും അതിർവരമ്പുകളല്ല, മാനവികതയുടെ പുതിയ ചിന്തകളാണ് ഉയരേണ്ടത് എന്ന വലിയ സന്ദേശം. ഉത്തരവാദ കലോത്സവമാണ് ഈ കലോത്സവത്തിൻ്റെ ലക്ഷ്യം. ആ ഉത്തരവാദിത്വം കുട്ടികൾ മാത്രം നിറവേറ്റേണ്ടതല്ല, ഞങ്ങൾ സർക്കാരും വകുപ്പും നിറവേറ്റേണ്ടതാണെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പ്രഖ്യാപിക്കുകയാണ്. പറഞ്ഞ പോലെ തന്നെയാണ് നന്മയുടെ കാഴ്ചകൾ കാണുന്നു. കഴിഞ്ഞ ദിവസം ഇപ്പോൾ ശിവൻകുട്ടി നമുക്ക് കൈരളിയോട് പ്രതികരിക്കാൻ അദ്ദേഹം കൂടിയുണ്ട്. മിനിസ്റ്റർ, ഏറ്റവും ചരിത്രപരമായൊരു നിമിഷം ഓൺലൈൻ സംവിധാനം കുട്ടിയുടെ ഒരു പ്രത്യേക മാനസികാവസ്ഥ, ആ അവസ്ഥയും കൂടെ പരിഗണിച്ചുകൊണ്ടാണ് ഈ ഓൺലൈനെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. 63 കലോത്സവങ്ങളില്ലാത്തൊരു കാര്യമാണ്.